നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ഒരു ലേബൽ LMS പേജിൽ ആഡ് ചെയ്യുക. ലേബൽ എന്ന് അതിന്റെ ഒരു പഴയ പേരാണ്. പുതിയ എഡിഷനുകൾ അതിനെ മൾട്ടിമീഡിയ ആൻഡ് ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ ഏരിയ എന്നൊക്കെയാണ് ആ ടൂളിന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായി എഡിറ്റിംഗ് ഓൺ ആക്കും. റൺ എഡിറ്റിംഗ് ഓൺ, ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്. അപ്പം ബേസിക്കലി ലേബൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ആണ്, ഒരു ഡെക്കറേറ്റീവ് ടെക്സ്റ്റ്. പക്ഷെ അതിന് നമുക്ക് മറ്റു ചില ഫീച്ചേഴ്സുകൾ കൊടുക്കാനായിട്ട് പറ്റും. ബേസിക്കലി അതൊരു എന്താണ് നമ്മള് ഒരു റിസോഴ്സ് എന്ന രീതിയിലാണ്, ആക്ടിവിറ്റി എന്ന രീതിയിലല്ല ചെയ്യുന്നത്. ഇങ്ങനെയാണ് അത് ടെക്സ്റ്റ് എഡിറ്ററിനനുസരിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള LMSലെ ടെക്സ്റ്റ് എഡിറ്ററിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ അവിടെ വരും. ഇപ്പൊ ഇവിടെ ഞാൻ എനിക്ക് 4.2 എന്ന് പറഞ്ഞുകൊണ്ട് സിലബസിൽ ഇതിനകത്തെ രണ്ടാമത്തെ കണ്ടന്റ് ഒരു തിയറമാണെന്നിരിക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ അതാണ് പറയാം, അതിനെക്കുറിച്ചുള്ള കുറച്ച് കണ്ടന്റുകളാണ് കൊടുക്കാൻ പോകുന്നത്. അത് ഓക്കെ, ഇത് നമുക്ക് ഓരോ സ്ഥലത്തെ LMSൽ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനങ്ങൾക്കനുസരിച്ച് ഈ ഒരു എഡിറ്ററിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഫോണ്ട് സൈസും ഫോണ്ട് ഫാമിലിയും ഒക്കെ അടക്കം സംവിധാനങ്ങൾ. അപ്പൊ ഇവിടെ ഞാൻ സേവ് ആർ റിട്ടേൺ കൊടുത്തു, അവിടെ ആ രീതിയിലൊരു ലേബൽ അവിടെ അവൈലബിൾ ആയി. ഓക്കെ, മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ ഈ ഒരു പേജിൽ ഞാൻ എന്റെ സ്റ്റുഡൻസിനായി കൊടുത്തിരിക്കുന്ന ഒരു LMS സെഷനിൽ ഇവിടെ ഒരു ഐക്കൺ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട്, അതിന് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലേബൽ ടൂളാണ് അവിടെ ശരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സംവിധാനം ഇങ്ങനെയാണ്. ലേബൽ എന്നെടുക്കും. ലേബൽ എന്നെടുത്തിട്ട് ഞാൻ ഇവിടെ ഞാൻ ഒരു കാര്യം ഹൈ ഓൾ get ready for an exam next week. Okay, ഇങ്ങനെ ഒരു മെസ്സേജ് സ്റ്റുഡൻസിനായിട്ട് ഇട്ടു. ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതെനിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന രീതിയിലാക്കണമെന്ന് ജസ്റ്റ് ഈ ഒരു ഒന്നുകൂടെ പറയാം. ഇവിടെ ഈ ഒരു HTML ടാഗ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ടാഗ് എന്നുള്ളതാണ് HTML ടാഗ്. അത് നമ്മൾ ടൈപ്പ് ചെയ്യുക, അത് ഇൻവോക്ക് ചെയ്യുക, അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ലെസ് ദാൻ MARQUEE മർക്യൂ എന്നൊരു ടൂളാണ് അതിനായി ഉപയോഗിക്കുന്നത്. എൻഡ് എന്നുള്ളത് \. ഇത് നമുക്കറിയാം, നമ്മുടെ എല്ലാ പേജുകളുടെയും ബാക്ക് എൻഡിൽ ഇതിന്റെ കറസ്പോണ്ടിങ് HTML കോഡ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ HTML ഒന്നും നമ്മുടെ സ്കൂളിലെ കുട്ടികളടക്കം HTML പഠിക്കുന്നുണ്ട്. നമുക്കത് പരിചയമില്ലെങ്കിൽ, ഞാനതിൽ എക്സ്പെർട്ട് അല്ല, നമുക്ക് ആവശ്യമുള്ളത് എവിടുന്ന് വേണമെങ്കിലും അതിന്റെ കോഡ് കോപ്പി ചെയ്യാൻ പറ്റും. ഞാനിത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ആ ഒരു 7 റിട്ടേൺ കോഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കും. ആ ഒരു മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. ഓക്കെ, മെസ്സേജ് ഇത് മാത്രമല്ല, നമുക്ക് വേണം ഒരു ഇമേജ് സ്ക്രോൾ ചെയ്ത് വിടണമെങ്കിൽ അതും ആകാം. നമുക്ക് ഈ ഒരു ഇമേജ് കോപ്പി ഇമേജ്, ഈ ഒരു ഇമേജ് സ്ക്രോൾ ചെയ്യുന്നതായിട്ട് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇമേജ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, അത് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ടാണ് എനിക്ക് വേണ്ടതെങ്കിൽ ആഡ് ആൻ ആക്ടിവിറ്റി റിസൾട്ട്സ് ലേബലിൽ എത്തുന്നു. ആദ്യം അത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ ഒരു ഇമേജിനൊപ്പം എന്തെങ്കിലും ടെക്സ്റ്റ് വേണേയാവും. എന്നിട്ട് ഈ HTML ടാഗ് ഇൻവോക്ക് ചെയ്യുക. ഇപ്പൊ ആ ഇമേജ് അവിടെ അതിന്റെ കോഡായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിന് മുകളിലായി MARQUEE എന്ന് കൊടുക്കും. അതിന്റെ അവസാനം എത്തിയിട്ട് /marquee എന്ന് കൊടുക്കുന്നു, അപ്ഡേറ്റ് എന്ന് കൊടുക്കുന്നു. അതോടുകൂടി ആ ഇമേജ് നമ്മളുടെ കോഴ്സ് പേജിലൂടെ മൂവ് ചെയ്യുന്നു. ഒരു ഡെക്കറേറ്റീവ് ടൂൾ എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നുമില്ല. നമ്മൾ ഒരു കോഴ്സിൽ വരുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിലേക്ക് ശ്രദ്ധയിലെത്തിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു സംവിധാനം. ഇതിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് എന്ന രീതിയിൽ
ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമാണ്. നമ്മളിപ്പം ജസ്റ്റ് ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് എന്ന് മാത്രമാണ് ലേബൽ എന്നുള്ളതിന്റെ മീനിങ് എങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു വീഡിയോ ഒക്കെ ഇൻ പേജിൽ തന്നെ കൊടുക്കത്തക്ക നമ്മളിപ്പോൾ നമ്മൾ ഒരു വീഡിയോയോ മറ്റെന്തെങ്കിലും കണ്ടന്റുകൾ എംബഡ് ആയിട്ട് ഇതിനകത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് പുതിയ എഡീഷനിൽ അതിനെ ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ ഏരിയ എന്ന് പറയാനുള്ള കാരണം. ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു ടോക്ക് എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ വിദ്യാർത്ഥികളുമായി അത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി അവിടെ എത്തി ഒരു ടെഡ് ടോക്കാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അവിടെ നിന്ന് ഞാൻ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. യൂട്യൂബിന്റെ ഷെയർ ബട്ടൺ, യൂട്യൂബ് എന്നല്ല, നമ്മളുടെ ഡ്രൈവിൽ നിന്നോ എവിടെ നിന്നാണെങ്കിൽ നമുക്ക് എംബഡഡ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു അവസരത്തിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന യൂട്യൂബ് വീഡിയോയിലെത്തി ഷെയർ എന്ന് ക്ലിക്ക് ചെയ്ത് അതിന്റെ എംബഡഡ് കോഡ്, ഓക്കെ, സ്റ്റെപ്പുകൾ ഇതാണ്. ഷെയർ എംബഡഡ്, അവിടെ ക്ലിക്ക് ചെയ്ത് ആ കോപ്പി ഞാൻ ആ കോഡ് മുഴുവൻ URL ജസ്റ്റ് അവിടേക്കുള്ള എംബഡഡ് കോഡ് കോപ്പി ചെയ്തെടുത്തു. യൂട്യൂബിലോ എവിടെയാന്ന് വെച്ചാൽ അതിന്റെ ഷെയർ കൊടുത്തിട്ട് അതിന്റെ എംബഡഡ് കോഡ് എടുത്ത് ഇപ്പൊ നമ്മുടെ കയ്യിൽ അതിന്റെ എംബഡഡ് കോഡ് അവിടെ അവൈലബിൾ ആണ്. അതുമായി ഞാൻ എന്റെ കോഴ്സ് പേജിലേക്ക് എത്തുന്നു. കോഴ്സ് പേജിലേക്ക് എത്തിയിട്ട് ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് കൊടുക്കും. ലേബൽ എന്ന് കൊടുക്കുന്നു. ലേബൽ എന്നല്ല, നിങ്ങളുടെ കോളേജിൽ ഉപയോഗിക്കുന്നത് പുതിയ വേർഷൻസ് വല്ലതും ആണെങ്കിൽ ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ ഏരിയ എന്നായിരിക്കും എന്റെ പേരെന്ന് ഓർക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു യൂട്യൂബ് വീഡിയോയുടെ URL എംബഡഡ് കോഡാണ് എന്ന് കരുതും. ഇവിടെ വീണ്ടും എംബഡഡ് കോഡിന്റെ ഐക്കണാണ് ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഐക്കൺ. അത് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അവിടെ എന്തെങ്കിലും ഓൾറെഡി ബേസിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. എന്നിട്ട് ഈ എംബഡഡ് കോഡ് പേസ്റ്റ് ചെയ്യുക. അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. നമുക്ക് HTML ധാരണയുള്ളവരാണെങ്കിൽ ഇതിനകത്തുള്ള ഫ്രെയിമിന്റെ റേറ്റ് ഒക്കെ ഉണ്ടല്ലേ, വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെന്നില്ല. അപ്ഡേറ്റ് എന്ന് കൊടുക്കും. കൊടുത്തിട്ട് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ കോഴ്സ് പേജിൽ തന്നെ, ഇതാണ് നമ്മുടെ കോഴ്സ് പേജ്. കോഴ്സ് പേജിൽ തന്നെ ആ വീഡിയോ അവിടെ നമുക്ക് വന്നിരിക്കുന്നു. സ്റ്റുഡൻസ് ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവര് നമ്മളുടെ കോഴ്സ് പേജിനുള്ളിൽ നിന്ന് തന്നെയാണ് പ്ലേ ആവുന്നത്, അല്ലാതെ നേരെ യൂട്യൂബിലോട്ട് പോകുന്നില്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിന്റെ പോർട്ടലിലേക്ക് എത്തും. നമുക്കറിയാം യൂട്യൂബ് നമ്മൾ നേരിട്ട് യൂട്യൂബ് ലിങ്ക് ആണ് കൊടുത്തെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ കുട്ടികൾ യൂട്യൂബിലേക്ക് എത്തുകയും യൂട്യൂബ് പോലുള്ള ഒരു വീഡിയോ കണ്ടന്റ് പ്രൊമോഷൻ ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത അതുമായി ബന്ധപ്പെട്ടുള്ള കുറേയേറെ വീഡിയോ സജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും നമ്മൾ ചെതറിപ്പോകുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റുഡൻസ് ഈ ഒരു വീഡിയോ നമ്മളുടെ പോർട്ടലിനുള്ളിൽ നിന്ന് തന്നെ കാണത്തക്ക രീതിയിൽ നമുക്ക് എംബഡ് ചെയ്ത് ഈ കോഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക്. അപ്പം ഈ ഒരു ലേബൽ എന്നുള്ളത് ഒരു ഡെക്കറേറ്റീവ് ടൂൾ എന്ന രീതിയിൽ, ഒരു ഡീലിമിറ്റർ എന്ന രീതിയിൽ, ഓരോ ടോപ്പിക്കുകളെ വേർതിരിക്കാനുള്ള ഒരു ടൂൾ എന്ന രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എംബഡഡ് ആയ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റേ ടെക്സ്റ്റുകൾ ഓരോന്നും ഒരു വീഡിയോയോ അത്തരത്തിലുള്ള, ഇതിപ്പം എന്റെ ക്ലാസ്സുകളുടെ വീഡിയോസ് ഞാൻ എന്റെ സ്റ്റുഡൻസിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഈ രീതിയിൽ ഇങ്ങനെ താഴോട്ടായിട്ട് കൊടുക്കുക എന്ന ഒരു പാറ്റേൺ ആണ്. ഇവിടെ സിലബസ് കൊടുത്തിരിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഞാൻ ഇത് ടേൺ എഡിറ്റിംഗ് ഓൺ ആക്കി കാണിക്കാം. ഇവിടെ ഞാൻ അനുവർത്തിച്ചു പോരുന്ന രീതി എന്തെന്ന് വെച്ചാൽ ഓരോ സെമസ്റ്ററും തുടങ്ങുമ്പോഴത്തേക്ക്, ഓരോ മോഡ്യൂളും തുടങ്ങുമ്പോഴത്തേക്ക് ആ മോഡ്യൂളിന്റെ സിലബസ് അവിടേക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ടോ. ഓക്കെ, അത് ഞാൻ ചെയ്തിരിക്കുന്നത് സിലബസിൽ നിന്നും ആ ഒരു ഇമേജ് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഒരു ലേബലായിട്ട് ഇവിടെ ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഓക്കെ, എന്നിട്ട് അത് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് കൊടുക്കുമ്പോൾ ഓരോ മൊഡ്യൂളിനും മുമ്പും അതിന്റെ സിലബസ് നമുക്ക് അവിടെ കാണാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് എന്ന ഒരു ഫോമാറ്റിൽ അതിനെ ഉപയോഗിക്കാം. അതല്ലാതെ തന്നെ നമുക്കതിനെ മൾട്ടിമീഡിയ കണ്ടന്റുകളോ മറ്റെന്തെങ്കിലും ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് നമ്മളുടെ LMS പേജുകളെ കൂടുതൽ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതാക്കാനും കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഒരു മോഡലിലെ ലേബൽ എന്നുള്ളത്. ഒന്ന് ട്രൈ എല്ലാവരും അതൊന്ന് ഉപയോഗിച്ച് നോക്കും. താങ്ക് യു.